സാധ്യതയുള്ള ഒരു ജോലിക്കാരും ഇല്ല. ആരും ഒരു ഫോൺ കോൾ പോലും ചെയ്യാനില്ല. അത് കാരണം ഇപ്പൊ എനിക്ക് ഇത്രയും BP കൂടി, ഹൈ BP ആണ്. അത്രയ്ക്ക് വയ്യാതെയാണ് മോനെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വരട്ടെ. ഡെയിലി രാവിലെയും വൈകിട്ട് അമ്മൂമ്മ വിളിച്ചിങ്ങനെ കരയും. ഈ കരച്ചിൽ എന്നെക്കൊണ്ട് അപ്പൂപ്പനെയാ വന്ന് നോക്കാൻ പറ്റിയില്ല. അമ്മൂമ്മയുടെ ഈ കരച്ചിലും കൂടി കേൾക്കുമ്പോൾ എനിക്ക് ഡെയിലി ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് സ്ട്രെസ്സാണ്. എനിക്ക് സ്ട്രെസ്സെന്ന് വെച്ചാൽ അമ്മൂമ്മയ്ക്ക് എന്തോ അപ്പൂപ്പൻ മരിച്ചതിന് ശേഷം അമ്മൂമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ, അമ്മൂമ്മ ഒറ്റയ്ക്കായിപ്പോയി. കാരണം ഈ നിൽക്കുന്ന ആൾക്കാരൊന്നും അങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല. ഞാൻ ഓടിച്ചാടി വന്നത് അമ്മൂമ്മയ്ക്ക് ബ്ലഡ് പ്രഷർ കൂടി ഡോക്ടർ രാത്രി ഉറക്കക്കുളി വരെ കൊടുക്കേണ്ടി വന്ന്. അപ്പൂപ്പൻ ഇല്ലാത്തതുകൊണ്ട് അമ്മൂമ്മ ചെറുതായിട്ട് നല്ല ഡിപ്രഷൻ എന്ന് പറയാം. അമ്മാരി ഡിപ്രഷനല്ല, ഡെയിലി കരച്ചിൽ, ഡെയിലി സ്ട്രെസ്സ്. ഇങ്ങനെ പോയാൽ ഞാൻ തന്നെ അമ്മൂമ്മ ഇങ്ങനെ പോയി ഇങ്ങനെ സ്ട്രെസ്സാക്കിയാൽ അവസാനം അമ്മൂമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ എന്നെ കൊണ്ട് സഹിക്കാൻ പോലും പറ്റത്തില്ല. അമ്മൂമ്മ, എന്തുകൊണ്ടാണ് നിങ്ങളാരും അമ്മൂമ്മയെ കാണാൻ പോവാത്തത്? അമ്മൂമ്മ അവിടെ ഒറ്റയ്ക്കൊരു വലിയ വീട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അമ്മൂമ്മ അങ്ങനെ, നിങ്ങൾ എന്തുകൊണ്ട് അമ്മൂമ്മയെ തിരിഞ്ഞു നോക്കുന്നില്ല? ഐ ടെൽ യു സംതിങ് വെരി ക്ലിയർലി. ഐ വിഷ് ഐ ഡിഡ്ന്റ് ഹാവ് ടു ഡു ദിസ്. പക്ഷേ നമ്മളും അമ്മൂമ്മയായിട്ട് കോൺടാക്റ്റ് ഇല്ലാത്തതിനും അപ്പൂപ്പൻ മരിക്കുന്നതിനും ഒരു ബന്ധമുള്ള കാര്യമില്ല. അമ്മൂമ്മയും നമ്മളുമായിട്ടുള്ള കോൺടാക്റ്റ് കട്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഇസ് ഓൺ ദ 31st of October 2025, 1 day before ഇഷാനീസ് ബർത്ത്ഡേ. ഇഷാനിയുടെ ബർത്ത്ഡേ പാർട്ടിയിൽ അല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മൂമ്മയും വരാനിരുന്നതാണ്. ഒരു അമ്മൂമ്മയായിട്ടൊരു മാസീവ് ഫോൾ ഔട്ട് സംഭവിച്ചത് കൊണ്ടാണ് അവർ വരാതിരുന്നതും. പിന്നെ ഞാൻ അമ്മൂമ്മയെ നമ്മളെല്ലാവരും കാണുന്നത് തന്നെ അപ്പൂപ്പൻ മരിക്കുന്ന ദിവസമാണ്, വിച്ച് ഇസ് ഓൺ ദ 29th of March 2026. എൻ്റെ അമ്മൂമ്മേനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് കുറ്റമൊന്നും പറയാൻ വലിയ ആഗ്രഹമില്ല. പക്ഷേ ഷീസ് എ വെരി പ്രോബ്ലമാറ്റിക് പേഴ്സൺ. ഷീസ് എ വെരി ഡിഫിക്കൽട്ട് ടു അഡ്ജസ്റ്റ് പേഴ്സൺ. ഐ വെരി ബാഡ്ലി ഫീൽ സോറി. ഐ റിയലി ഫീൽ വെരി സാഡ് ഫോർ മൈ മദർ. കാരണം എൻ്റെ അമ്മൂമ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ ഈ അടുത്താണ് എന്തോ BP പ്രശ്നം, അല്ലെങ്കിൽ അമ്മൂമ്മയ്ക്ക് അങ്ങനത്തെ മാരാരോഗമായിട്ടുള്ള ഒരു പ്രശ്നം അമ്മയ്ക്കില്ല. എവറി ടൈം വി ഗോ ഡു എ ചെക്കപ്പ്. അമ്മൂമ്മയുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു എന്തെങ്കിലും വലിയൊരു അസുഖം ഉണ്ടെങ്കിൽ ഒന്ന് ICU കിടക്കാമല്ലോ എന്ന്. നമ്മളെപ്പോഴും പറയാം അമ്മൂമ്മ പ്രാർത്ഥിച്ച് ദേ അപ്പൂപ്പൻ ICUലായിരുന്നു. നമ്മളെപ്പോഴും കോമഡിക്ക് പറയാറുണ്ടായിരുന്നു. ഷീ വാസ് സോ പ്രോബ്ലമാറ്റിക്. ആൻഡ് അപ്പൂപ്പനെ ഹോം നേഴ്സ് ബാത്റൂമിൽ കൊണ്ടുപോകുന്നത് കൊണ്ട് അപ്പൂപ്പനെ ബെഡ്റൂമിൽ കിടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പൂപ്പനെ ഹോളിലാണ് കിടത്തിക്കൊണ്ടിരുന്നത്. ആൻഡ് ദാറ്റ് വാസ് ഹിസ് ഹൗസ്. അപ്പൂപ്പൻ കഷ്ടപ്പെട്ട് കാശ് വെച്ച് ഉണ്ടാക്കിയ വീടാണ്. അപ്പം ഇതൊക്കെ കണ്ടു നിൽക്കുമ്പോൾ നമ്മളും പുള്ളിക്കാരിയായിട്ട് അടി ഉണ്ടാവത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൂപ്പൻ്റെ ഹെൽത്തിൻ്റെ പേരും പറഞ്ഞാണ് നമ്മളും അമ്മൂമ്മയും തമ്മിൽ തെറ്റുന്നത്. അല്ലാതെ നമുക്കും പുള്ളിക്കാരിക്കും അല്ലാതെ അടിയാവാൻ ദർ ഇസ് നോ കോമൺ ഗ്രൗണ്ട്, ബിക്കോസ് ഷീ ഈസ് നോട്ട് എഫക്റ്റിംഗ് എനിത്തിങ് ഇൻ അവർ ലൈഫ്. ബിക്കോസ് വി വർ കൺസേൺഡ് അബൌട്ട് മൈ ഗ്രാൻഡ് ഫാദേഴ്സ് ഹെൽത്ത്. വി വർ ഓൾവേസ് ഹാവിങ് ഫൈറ്റ്സ് വിത്ത് ഹർ. അങ്ങനെ ഇതുപോലെ ആരും ഒരു ഫോൺ കോൾ പോലും ചെയ്യാനില്ല. അത് കാരണം ഇപ്പൊ എനിക്ക് ഇത്രയും BP കൂടി, ഹൈ BP ആണ്. അത്രയ്ക്ക് വയ്യാതെയാണ് മോനെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വരട്ടെ. ഞാൻ വന്നിട്ട് വേണം അമ്മൂമ്മേനെ കൊണ്ട് രാവിലെ എക്സസൈസ് 4 മണിക്ക് എണീക്കണം. 4 മണിക്ക് എണീച്ച് നമ്മള് രാവിലെ CPT നടക്കാൻ പോവും, ഓടാൻ പോവും. ഞാൻ എണീക്കും, അവളെന്നെ എണീപ്പിക്കും. അല്ല മക്കളെ, നിങ്ങളെയൊക്കെ കാണുമ്പോ ഒരു പക്ഷെ എന്റെ BP ഒക്കെ കുറഞ്ഞു കിട്ടുമെന്ന്, കുഞ്ഞുങ്ങളെ കാണുമ്പോ കുറഞ്ഞു കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതൊക്കെ കുറഞ്ഞു കിട്ടും. നമ്മള് വരുമ്പോഴത്തേക്ക് എല്ലാം ശരിയാവും. അമ്മൂമ്മ വിഷമിക്കണ്ട. ഓക്കെ, എന്തായാലും കുഞ്ഞിനെ കാണാൻ കാത്തിരുന്ന് പോയടാ. അമ്മൂമ്മയാണ് നമ്മള് വല്ലപ്പോഴും ഒരു സിനിമയ്ക്ക് പോകുമ്പോ അമ്മൂമ്മയാണ് അവിടെ നോക്കേണ്ടത്. അതൊക്കെ ഞാൻ നോക്കും. പെട്ടെന്ന് കരച്ചിലൊക്കെ നിർത്ത്. പെട്ടെന്ന് കരച്ചിലൊക്കെ നിർത്ത്. അല്ല, അതിവിടെ വീട്ടിൽ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ അടുത്ത് ആക്കിട്ട് പോയാലെന്ത്? അത് പൊടിക്കുഞ്ഞല്ലേ, പാല് പമ്പ് ചെയ്ത് വെച്ചാ നിങ്ങക്ക് നോക്കാനുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ലിയനെ കൊടുത്തു വിട്ടപ്പോ അമ്മമ്മ അയ്യോ കൊച്ചു കരയുന്നേ, അവള് മരിക്കാറേന്നൊക്കെ. പിന്നെ എന്റെ കൊച്ചു കരഞ്ഞോണ്ടിരുന്നാ പിന്നെ അതൊക്കെ എനിക്ക് വിഷമമാണ്. അങ്ങനെയൊന്നും അവര് കരയാൻ പാടില്ല. അവരെപ്പോഴും ചിരിച്ച് നന്നായിട്ടിരുന്നാലല്ലേ. എനിക്ക് അമ്മമ്മ ആദ്യം കരയാതെ ചിരിച്ചിരിക്കുക.
അപ്പൊ എന്തായാലും അമ്മൂമ്മ ഉറങ്ങിക്കോ. അപ്പം നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.